കർത്താവേ, സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ഗ്രേസ് ആൻഡ് തോട്ട്സിലെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽബട്ടൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, എല്ലാവരിലേക്കും എൻ്റെ വീഡിയോ എത്തിച്ചു കൊടുക്കണമെന്ന് ഒരിക്കലും അപേക്ഷിക്കുന്നു. നമ്മുടെ വിഷുവും ഈസ്റ്ററും എല്ലാം കഴിഞ്ഞും ഒരു ചെറിയ അനുഭവത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്കൊരു മെഡിക്കൽ രംഗത്തേക്ക് കടക്കാം. അതായത് വിഷുവിൻ്റെ അന്ന് ഡ്യൂട്ടി ചെയ്തപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ്, വിഷുവിന് ഡ്യൂട്ടി ചെയ്താലും കുഴപ്പമില്ല, ഉണ്ണിയപ്പം കിട്ടിയല്ലോ. അതുക്കു മേലെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ വിഷുവിന് ശേഷം 15-ാം തീയതി ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു അമ്മച്ചി, ഒരമ്മമ്മ കൈ നിറയെ ഉണ്ണിയപ്പവും തന്നു. 100 രൂപ എനിക്ക് വിഷുക്കൈനീട്ടമായിട്ട് തന്നു. അതോടൊപ്പം തന്നെ ഒരു ചേച്ചി എനിക്ക് തന്ന തുണിയാണ്, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ തുണിയാണ് ഞാൻ അത് ഷർട്ടടിച്ചുകൊണ്ട് ഉദ്ധാന ദിവസം, ഉയർപ്പിന് ദിവസം പള്ളിയിൽ പോയത്. ഈ അവസരത്തിൽ ഇങ്ങനെ പറയാൻ കാരണം, ഇതിലും വലിയ വലിയ സമ്മാനങ്ങൾ പലർക്കും കിട്ടുന്നത്, എന്നാൽ ഒരു മുട്ടുസൂചി കിട്ടിയാൽ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. മറ്റുള്ളവരോട് നന്ദിയായി കാണുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട മെഡിക്കൽ വിഷയം ENT പറ്റിയാണ്. ENT എന്നാൽ ഇയർ, നോസ്, ത്രോട്ട്, 3 കാര്യങ്ങളാണ്. അനേകം കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കും. ENT സർജറി എന്ന് പറയുമ്പോൾ ഒത്തിരി സർജറികളുണ്ട്. തൈറോയ്ഡോക്ടമി, ടിമ്പാനോപ്ലാസ്റ്റി, മാസ്റ്റോഡക്ടമി, സ്റ്റെപ്റ്റോപ്ലാസ്റ്റി, ഫെസ്, പിന്നെ ഡീലസ്കോപ്പി, ടോൺസിലക്ടമി, അങ്ങനെ ഒത്തിരി കേസുകളടങ്ങിയ പ്രധാനമായി വലിയ സർജറികളുണ്ട്. ലാറിഞ്ചക്ടമി, കമാൻഡോ, ഇതെല്ലാം ഞാൻ ചെയ്ത കേസുകളുമാണ്, എല്ലാം അസിസ്റ്റുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ ENT ഓപ്താൽമോളജി വാർഡിലാണ് അസിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആദ്യമായി പഠിക്കുവാൻ ഇറങ്ങി തിരിച്ചത്. ആദ്യത്തെ അറിവിൻ്റെ പാഠം ENT ഓപ്താൽമോളജി വാർഡിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഓപ്താൽമോളജി ENT വാർഡിന് ശേഷം OT-യിലേക്ക് മാറിയപ്പോൾ ENT സർജറിക്കാരൻ തന്നെ ആദ്യം വിട്ടതും ഏറ്റവും കൂടുതൽ ENT സർജറിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് വളരെ വിലപ്പെട്ടതാണ് ഈ ENT. അപ്പോൾ ഇതിൻ്റെ വലിയൊരു അനുഗ്രഹമായി തീർന്നു എനിക്ക്. കാരണം നന്നായി സംസാരിക്കുവാനുള്ള ശക്തി കിട്ടി, ശബ്ദം കിട്ടി, അതുപോലെ നല്ല മൂക്ക് കിട്ടി, നന്നായിട്ട് കേൾക്കുവാനുള്ള ചെവിയും ഈശ്വരൻ തന്നത് ഒത്തിരി നല്ല ഡോക്ടേഴ്സിലൂടെയാണ്. കതൂരിയ സാറും ബുധോൾ സാറും ഒത്തിരി ഡോക്ടേഴ്സ്, രാജേഷ് സാറ്, അപ്പോൾ ഒത്തിരി ഡോക്ടേഴ്സിൻ്റെ അനുഗ്രഹത്തിലൂടെ നല്ലൊരു ശബ്ദവും കേൾക്കുവാനുള്ള ശക്തിയും ശ്വസിക്കുവാനുള്ള നല്ലൊരു മൂക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ മൂക്കെല്ലാം കിട്ടിയത് ഒത്തിരി അനുഗ്രഹമാണ്. ENT സർജന്മാരെയും എല്ലാ നേഴ്സുമാരെയും ഹെഡ് നേഴ്സിനെയും എല്ലാം ഒത്തിരി നന്ദിയോടെ ഓർക്കുകയും ദൈവം അവരെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, അവർക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ENT-യിൽ പ്രധാനപ്പെട്ട 2 സർജറിയെ പറ്റി ഇന്ന് പഠിക്കാം. ഒന്ന് ടിമ്പാനോപ്ലാസ്റ്റി എന്താണ്, മാസ്റ്റോഡക്ടമി എന്താണ്. ഈ 2 കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ കർണപടമാണ് നമുക്ക് കർണപടത്തിൽ ശബ്ദ കിണങ്ങൾ വന്ന് അടിക്കുമ്പോഴാണ്, തരംഗങ്ങൾ വന്ന് അടിക്കുമ്പോഴാണ് നമുക്ക് കേൾവി ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർണപടത്തിൽ അബ്നോർമലായിട്ടോ മറ്റ് അസുഖങ്ങളായിട്ടോ മറ്റ് ദുരന്തങ്ങളായിട്ടോ കർണപടം പൊട്ടിയാൽ ആ ഭാഗത്ത് മെഷ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കാട്ടിലേജ് വെച്ചുകൊണ്ട്, അതും അല്ലെങ്കിൽ ഒരു ചെറിയ തൊലി പോകാത്ത ഭാഗം എടുക്കും, മെഷ് അതെടുത്ത് വെച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റി ചെയ്യുന്നതിനെയാണ്, അല്ല അടച്ചിട്ട് അതിനെ സുരക്ഷിതമാക്കുന്നതാണ് ടിമ്പാനോപ്ലാസ്റ്റി. എന്നാൽ മാസ്റ്റോഡക്ടമി ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇയറിൻ്റെ, ചെവിയുടെ ഉള്ളിൽ ഇൻഫെക്ഷൻ വന്നിട്ട് മറ്റു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ എടുത്തു കളയുന്നതിന് വേണ്ടി മാസ്റ്റോഡക്ടമി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മാസ്റ്റോഡക്ടമി എന്താണ്? മാസ്റ്റോഡക്ടമി അതായത് ചെവിയുടെ ഈ ഭാഗം ഇങ്ങനെ ശരിക്കും ഓപ്പൺ ചെയ്ത് ആ ഭാഗം ഉള്ളിൻ്റെ മാസ്റ്റോഡ് പ്രോസസ്സ്, മാസ്റ്റോഡ് ബോൺ ഭാഗത്ത് ഡ്രില്ല് ഉപയോഗിച്ച് ഡയമണ്ട് ആൻഡ് കട്ടിങ്, ഒന്ന് കട്ടിങ് ചെയ്യുന്നുണ്ട്, ഡയമണ്ട് മിനുസപ്പെടുത്തുന്നത്, ഇത് ഉപയോഗിച്ച് ക്ലീനാക്കി ആ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് കടന്നു ചെന്ന് പ്രശ്നം മനസ്സിലാക്കി ആ ഭാഗത്ത് ഇൻഫെക്ഷൻ എടുത്ത് മാറ്റുന്നതിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ, അബ്ജെല്ല്, അതുപോലെ തന്നെ സോപ്ത്രാമൈസിൻ ഓയിൽമെൻറ്റ്, ആൻറ്റിബയോട്ടിക്സുകൾ, ഒത്തിരി കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. അതെല്ലാം ഇട്ട് വീണ്ടും ആ ഇൻഫെക്ഷനെ എടുത്തു മാറ്റി കേൾവിയെ കൂടുതൽ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് മാസ്റ്റോഡക്ടമി. അപ്പോൾ മാസ്റ്റോഡ് ബോൺ നന്നായിട്ട് മിനുസപ്പെടുത്തി ആ ഉൾഭാഗം നന്നായിട്ട് ക്ലിയർ ആക്കി കൊണ്ടുവരും. അതിനകത്തേക്ക് അതേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ടിമ്പാനോപ്ലാസ്റ്റി ആകട്ടെ ആ കർണപടത്തിൽ മുറിഞ്ഞ ഭാഗത്തിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടി ആവശ്യമായ കാർട്ടിലേജ് ചെവിയിൽ നിന്നും എടുക്കാം,
ഇതിൻ്റെ പുറത്തു ഭാഗത്ത് നിന്നുള്ള മെഷ് ഭാഗം എടുക്കാം, തൊലിയായിട്ടുള്ള ഭാഗം ഏറ്റവും നന്നായിട്ട് വളരെ നൈസ്, പപ്പടത്തെക്കാളും മൈക്രോസ്കോപ്പ് പോലെ നല്ല നൈസിലുള്ള പീസാണ് എടുക്കുന്നത്. അത് ശരിക്കും പരത്തും, അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് പരത്തിയിട്ട് ആ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ഓയിൽമെൻറ്റും സോത്രാമൈസ് ഓയിൽമെൻറ്റും അബ്ജലൊക്കെ വെച്ച് വളരെ നല്ല രീതിയിൽ, വളരെ അത് പറയാൻ പറ്റില്ല അത്ര നല്ല രീതിയിൽ ആ ഭാഗം ക്ലിയറാക്കി ഇത് നല്ല ശതമാനവും ഡോക്ടർമാരുടെ കഴിവനുസരിച്ചും രോഗിയുടെ അവസ്ഥ അനുസരിച്ചും വീണ്ടും കേൾവി കൊടുക്കുവാൻ സഹായിക്കുന്നതാണ് ടിമ്പാനോപ്ലാസ്റ്റി, അതുപോലെ തന്നെ മാസ്റ്റോഡക്ടമിയും. ഈ രണ്ട് പ്രോസസ്സിങ്. അപ്പോൾ ENT വളരെ പ്രധാനപ്പെട്ട ഒരു സർജറിയാണ്. ENT എന്ന് പറഞ്ഞാൽ മെഡിക്കലാണ്, മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സർജറിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കേൾവി ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ട അവസ്ഥ തൈറോയ്ഡ് ഭാഗം കൊണ്ട് ശബ്ദമില്ലാത്ത തൈറോയ്ഡ് ഭാഗമായ ഈ ഭാഗത്ത് ശബ്ദമില്ലെങ്കിൽ എന്തൊരു പ്രശ്നമാണ്. ലാറിഞ്ചൽ ഭാഗത്ത് ലാറിങ്സിൽ ശബ്ദമില്ലാത്ത അവസ്ഥ വന്ന എന്തൊരു അവസ്ഥയാണ്. അതുപോലെ നന്നായിട്ട് ശ്വസിക്കുവാനുള്ള മൂക്കില്ലെങ്കിലോ മൂക്കിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ എന്തൊരു അവസ്ഥയാണ്. ഈ അവസ്ഥകളെല്ലാം മനസ്സിലാക്കി ENTയെ സ്നേഹിക്കുവാനുള്ള കഴിയണം. എന്തു തരത്തിലുള്ള ENT പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ വിദഗ്ധരായ ഡോക്ടറാണ് ഇപ്പോൾ പരിയാരം മെഡിക്കലിലുള്ളത്. നിങ്ങൾക്ക് എപ്പം വേണം കടന്നു വരാം. ഏത് തരത്തിലുള്ള അസുഖങ്ങളും മൂക്ക് സംബന്ധമായിട്ടും തൊണ്ട സംബന്ധമായിട്ടും ചെവി സംബന്ധമായിട്ടും ഏത് സംബന്ധമായിട്ട് അസുഖങ്ങളുണ്ടെങ്കിൽ പരിയാരം മെഡിക്കൽ അതിവിദഗ്ധമായ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. ബാലൻ സാർ ഇപ്പം റിട്ടയർഡായി സാറുണ്ടായിരുന്നു, ലതാ മാഡം ഉണ്ടായിരുന്നു, പിന്നെ ഒത്തിരി സാറുമാർ, ഷമീർ സാറ്, അങ്ങനെ ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം ഉള്ളവരിൽ വെച്ച് ഏറ്റവും നല്ല ഡോക്ടേഴ്സാണ് എല്ലാവരും. അപ്പം വന്ന് നിങ്ങൾ ചികിത്സിച്ച് നല്ല കേൾവിയുള്ളവരായിത്തീരട്ടെ, നല്ല ശ്വസിക്കാനുള്ള മൂക്കുള്ളവരായിത്തീരട്ടെ, നല്ല ശബ്ദമുള്ളവരായിത്തീരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് കൊച്ചുമക്കൾ നിർത്തുന്നു. എല്ലാവർക്കും 1000 നന്ദി.